ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സായുധ സേനയുമായി ബന്ധപ്പെട്ട് നിരവധി മലയാളികളും യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, വീരമൃത്യു വരിച്ചവരുമുണ്ട്. ഈ ഉന്നതമായ ഈ മെഡലുകൾ, ഗാലൻട്രി അവാർഡ്സുകൾ കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ് എന്ന് ഞാൻ ടോപ്പിലുള്ള കുറച്ച് അവാർഡുകൾ മാത്രം പറയാം. അതിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉയർന്നത് പരംവീർ ചക്രയാണ്. പരംവീർ ചക്ര ഇന്ന് വരെ കേരളത്തിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഇന്ന് വരെ, ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ആകെ 21 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതില്ല. അത് കഴിഞ്ഞാൽ ആ സീക്വൻസിൽ വരുന്നത് അശോക് ചക്രയാണ്. അശോക് ചക്ര കിട്ടിയിട്ടുള്ള ശരിക്കും പ്യുവർ മലയാളീസ് എന്ന് പറയാൻ 3 പേരാണ്. ഒന്ന് എൻ ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം 2003 നാഗാലാൻഡിൽ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന് അശോക് ചക്രവും കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ അവാർഡായിട്ടുള്ള കീർത്തി ചക്രവും. ഇത് രണ്ടും കിട്ടിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഡെക്കറേറ്റഡ് ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിലുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള ജനാർദ്ദനൻ നായർ ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. 2 തിരുവല്ലക്കാരനായിട്ടുള്ള കേണൽ ജോജൻ തോമസ്. അദ്ദേഹം 2008 കുപ്വാരയിൽ ഒരു രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയൻ്റെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നപ്പോൾ തീവ്രവാദികളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ 3-4 തീവ്രവാദികൾ അദ്ദേഹം കൊല്ലുകയും ചെയ്തു. അദ്ദേഹത്തിന് വെടിയേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിനും 2008 മരിച്ചത്, ഓഗസ്റ്റ് 22 ആ 2009 റിപ്പബ്ലിക് ഡേക്ക് അദ്ദേഹത്തിന് അശോക് ചക്ര കൊടുത്തു. 3 ഒരു ഹർഷൻ നായർ എന്നുള്ള ഒരു പയ്യൻ എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരം കറക്റ്റ്, അദ്ദേഹത്തിന് കിട്ടി അശോക് ചക്ര 3. പിന്നെ 2 പേര് വളരെ പ്രശസ്തമായിട്ടുള്ള 2 പേര്, അവർ ബൈ റൂട്ട് കേരളക്കാരാണെങ്കിലും ബാംഗ്ലൂരൊക്കെ സെറ്റിലായിരുന്ന, ബാംഗ്ലൂരും ചെന്നൈയും. ഒന്ന് നമ്മുടെ 2008 ബോംബെ അറ്റാക്കിന് ശേഷം NSG കമാൻഡോ ആയിരുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണൻ. പുള്ളി ബാംഗ്ലൂരുകാരനായിട്ടാണ് അവാർഡൊക്കെ കൊടുത്തത്. അവരിപ്പോഴും സെറ്റിൽഡാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ കേരളക്കാരനാണ്, ISR ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് അശോക് ചക്ര അന്ന് കൊടുത്തിരുന്നു. 5 ഈ മുകുന്ദ് ഭരതരാജ്, അദ്ദേഹത്തിന് അമരൻ എന്നുള്ള സിനിമ വളരെ ഫേമസ് ആയിട്ട് ഇപ്പോൾ വന്നായിരുന്നു. അദ്ദേഹം തമിഴനാണ്, പക്ഷേ കേരള റൂട്ട്സ് ഉണ്ട്, കോഴിക്കോട് ജനിച്ചതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈഫും കേരളക്കാരിയായിരുന്നു. അത് സിനിമയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഈ 5 പേരാണ് നമ്പർ 2 സീക്വൻസിൽ വരുന്ന പരംവീർ ചക്ര കഴിഞ്ഞിട്ടുള്ള അശോക് ചക്രം നേടിയിട്ടുള്ള കേരളീയർ. പരംവീർ ചക്ര സീരീസിൽ വരുന്ന അടുത്തത് മഹാവീർ ചക്രയാണ്. ആ മഹാവീർ ചക്ര ഇന്ന് വരെ നേടിയിട്ടുള്ള ഒറ്റ ആൾ അന്ന് ഹവൽദാറായിരുന്നതും 71 യുദ്ധത്തിൽ ഹവൽദാറായിരുന്നതും പിന്നീട് ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള, ഇപ്പം മരിച്ചുപോയ അദ്ദേഹം ഒരു 2-3 കൊല്ലം മുമ്പ്, ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പോസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഫിലിപ്പോസ് ആയിരുന്നു, കോട്ടയംകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് മഹാവീർ ചക്ര കിട്ടി. വയസ്സ് കാലത്ത് ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചു പോയത്. പിന്നെ വീർ ചക്ര കിട്ടിയ കുറേ പേരുണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ടത് കാർഗിൽ യുദ്ധത്തിൽ വീർ ചക്ര കിട്ടിയ, വീരമൃത്യു വരിച്ച തൃപ്പൂണിത്തറക്കാരനായിട്ടുള്ള ലഫ്റ്റനൻറ്റ് കേണൽ വിശ്വനാഥൻ ആണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് തൃശ്ശൂർ സെറ്റിലാണ്, ജലജ വിശ്വനാഥൻ. അദ്ദേഹത്തിന് വീർ ചക്ര മരണാനന്തര ബഹുമതിയായിട്ട് കൊടുത്തു. ഇവരാണ് എടുത്തു പറയേണ്ട കേരളക്കാരായിട്ടുള്ള മെഡൽ വിന്നേഴ്സ്.